ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് ഒരു മിക്സിയുടെ ക്ലീനിങ്ങുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്യണ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യണ രീതി ചുമ്മാ ഒന്ന് ഷെയർ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ മിക്സി എപ്പോഴും പുതിയതുപോലെ ഇരിക്കാനായിരിക്കുമല്ലേ നമുക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മിക്സി നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒരാഴ്ച ക്ലീൻ ചെയ്യാത്തതിൻ്റെ അവസ്ഥയാണ് എൻ്റെ മിക്സിയിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാനസോണിക്കിൻ്റെ മിക്സി ആയതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരി ഈ ഒടിവും ചളവും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്യാതാലും അതിൻ്റെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ അഴുക്ക് പറ്റി പിടിച്ചിരിക്കും. പിന്നെ നല്ലതുപോലെ ഇങ്ങനെ ബ്രഷൊക്കെ വെച്ച് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ക്ലീനിങ് സൊല്യൂഷൻ അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏതാണോ നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യണ ആ ലിക്വിഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടോ. ചിലർ ഇതിൽ കോൾഗേറ്റൊക്കെ ഇടാറുണ്ട്. ഞാൻ ഇത്രയും വെച്ചിട്ടാട്ടോ എപ്പോഴും ചെയ്യാറ്. പിന്നെ കുഞ്ഞ് ബ്രഷ് എടുത്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മിക്സിയിൽ ഒരുപാട് ഈ കുഴിഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വലിയ ബ്രഷ് അതിൻ്റെ ഉള്ളിൽ കയറില്ല കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ എല്ലായിടും ഒരുപോലെ ഉരുമി എത്തിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാട്ടോ ഈ കുഞ്ഞ് ബ്രഷ് എടുത്തേക്കണേ. അപ്പോൾ നമ്മൾ ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബ്രഷ് അങ്ങ് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ദേ നല്ലതുപോലെ അങ്ങ് ഒരത്തി ഉരുമി കൊടുക്കണ്ട കേട്ടോ. ഒരുപാട് ശക്തിയിൽ ഉരുമൊന്നും വേണ്ട. ആ സൊല്യൂഷൻ പയ്യെ അങ്ങ് ആക്കിയിട്ട് നല്ലതുപോലെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ എല്ലാം അങ്ങ് ഇളകി ക്ലീനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് ഈ ഡീപ്പ് ക്ലീനിങ്ങിന് നിൽക്കാൻ പറ്റിയില്ലേ. മക്കൾസിന് അത്ര നല്ല മൂഡൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഒരു മടി പിടിച്ച കഴുകലും ഒരു തട്ടിക്കൂട്ട് കഴുകലും കാര്യങ്ങളൊക്കെ നടത്തിയോണ്ട് തന്നെ കുറച്ചധികം അഴുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ. അപ്പോൾ ഒരു മാസത്തിൽ 2 തവണയെങ്കിലും നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയും സാമഗ്രികളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. സമയമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുക. ആഴ്ചയിൽ 2 ദിവസം ചെയ്യാൻ സമയമുള്ളവർ അങ്ങനെ. അപ്പോൾ നേരത്തെയൊക്കെ എനിക്ക് അതിനൊക്കെ സമയം ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വന്നേ പിന്നീട് അതിനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. ഇപ്പം ഇത് തന്നെ നിർത്തി ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റിൽ തീരേണ്ട കാര്യം മണിക്കൂറുകൾ എടുത്ത് തന്നെ തീർത്തു എന്ന് പറയാം. കാരണം അവരുടെ മൂഡിനനുസരിച്ച് നമുക്കിടെ പണികളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ? അപ്പോൾ ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ്സിൻ്റെ പ്രിപ്പറേഷൻ ആയാലും നിങ്ങൾക്കറിയാവുന്നതും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെ, വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ ജാറുകൾ 3 ഉരുമി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടാട്ടോ മിക്സിയിലായിട്ട് കിടക്കണത്. അപ്പോൾ മിക്സി ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കഴുകാനൊന്നും നിൽക്കരുതേ. ഇതിന് മോട്ടറൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയായിരിക്കും കേട്ടോ ക്ലീനിങ് കൂടിയിട്ടാന്ന് പറയും. അപ്പോൾ ഞാനെപ്പോഴും മോട്ടറൊന്നും വെള്ളം ഒഴിച്ച് കഴുകാറില്ല കേട്ടോ. ജാറുകൾ നല്ലതുപോലെ ഉരുമി വൃത്തിയാക്കിയതിന് ശേഷം കഴുകി ഉണക്കിയെടുക്കാറ പതിവ്. വെയിലുള്ളപ്പോൾ നമുക്ക് എളുപ്പമാണ്. പുറത്തൊന്ന് വെച്ച് ഒരു 10 മിനിറ്റ് വെയിൽ കൊള്ളിക്കുമ്പോഴത്തേനും നല്ലതുപോലെ ഉണങ്ങി കിട്ടും. ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് തണുപ്പും കൂടെ കൂടിയ ഏരിയ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പൂപ്പൽ പിടിക്കുന്നേ. അതാണ് മിക്സി ഇത്രയും അഴുക്കാവാനായിട്ടുള്ള കാരണം. അപ്പോൾ തുടച്ചിട്ട് എടുത്ത് വയ്ക്കണം. അപ്പോൾ എപ്പോഴും നമുക്കങ്ങനെ തുടച്ച് വയ്ക്കാനൊന്നും പറ്റാറുമില്ല. അതാണ് ഒരു മെയിൻ പ്രശ്നം. മോട്ടർ നല്ലതുപോലെ അങ്ങ് ഉരുമി വൃത്തിയാക്കി എടുത്തു കേട്ടോ. പെട്ടെന്ന് തന്നെ ആ കറയും ചെളിയൊക്കെ പോകും. പിന്നെ ഇതിൽ ഈ വെട്ട് ഭാഗങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ടൊന്നും ബ്രഷ് ഇട്ട് ഉരുമിയാലും അങ്ങ് എത്തില്ലെന്നേ. പിന്നെ തുണിയൊക്കെ ഇട്ട് പതുക്കെ തുടച്ചും മറ്റേ എന്തെങ്കിലും ഈർക്കിളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിയൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ അതൊന്ന് വൃത്തിയാക്കാൻ. അപ്പോൾ കണ്ടോ, ആദ്യം ഉരുമി വൃത്തിയാക്കിയതിന് ശേഷം നല്ലതുപോലെ ഉണങ്ങിയ തുണി എടുത്തിട്ട് തുടച്ചെടുക്കുക കേട്ടോ ചെയ്യണേ. ആദ്യം ഒന്ന് നല്ലതുപോലെ അങ്ങ് തുടച്ച് ആ ലിക്വിഡിൻ്റെ അഴുക്കും കാര്യങ്ങളും എല്ലാം അങ്ങ് തുടച്ച് കളഞ്ഞിട്ട് പിന്നെ നല്ലതുപോലെ ആ തുണി ഒന്ന് കഴുകി എടുത്തിട്ട് ഒരു 3 വട്ടം ഒന്ന് തുടച്ചെടുക്കുമ്പോഴത്തേനും നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ ജാറുകളെല്ലാം വെള്ളത്തിൽ നല്ലതുപോലെ അങ്ങ് കഴുകി എടുത്തിട്ട് ഇപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് തന്നെ തുടച്ചെടുത്ത് വയ്ക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് മക്കൾസൊക്കെ ഉറക്കിയിട്ട് രാത്രിയാണ് കേട്ടോ ഞാനിന്ന് ഈ പണിക്ക് നിൽക്കണത്. അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ലെന്നേ. അവരുടെ മൂഡ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ഒരു സ്ഥിര മൂഡില്ല. എപ്പോഴും ഈ കരഞ്ഞ് പിഴിച്ചിങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ അവരെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എത്ര നേരം എടുത്തിട്ട് നമുക്ക് ഇതുപോലത്തെ പണികളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ജാറെല്ലാം കഴുകി വൃത്തിയാക്കി അങ്ങ് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് തീർത്ത് വെച്ചാൽ വേഗം പോയി കിടന്നുറങ്ങാം. ആ ഒരു ചിന്തയിലാണ് ഇരുന്ന് ചെയ്യണത്. അപ്പോൾ മിക്സിയുടെ 3 ജാറും കഴുകി വൃത്തിയാക്കി എടുത്ത് മിക്സിയും നല്ലതുപോലെ അങ്ങ് തുടച്ച് വെച്ചപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.